ഇപ്പൊ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തില് വെക്കേഷൻ എൻജോയ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. വെക്കേഷൻ ശരിക്കും അടിച്ചു പൊളിക്കണം, അത് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏത് കോഴ്സ് ഇത് പഠിക്കണം എന്നൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ചിലർ ചിന്തിച്ചിട്ടുണ്ടാവൂല. നമ്മുടെ മൊത്തത്തിലൊരു നാട്ടു നടപ്പാണ്. ഫുൾ A+ കിട്ടി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും സയൻസ് ഗ്രൂപ്പ് എടുക്കണം. സയൻസ് ഗ്രൂപ്പ് എടുത്തില്ലെങ്കിൽ വേറെന്തോ ഒരു വലിയൊരു അപരാധം ചെയ്ത പോലെയൊക്കെ ആയിരിക്കും. പക്ഷെ കുട്ടികൾ ഇൻട്രസ്റ്റ് ആയാലും ചോദിക്കണുണ്ടോ, അവർക്ക് എന്താണ് പഠിക്കേണ്ടത്, അവർക്ക് ഏതാണ് ആഗ്രഹം എന്ന് ആരും ചോദിക്കണോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് പല സ്കൂളുകളില് കുട്ടികൾക്ക് കരിയർ കൗൺസിലിംഗ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ SSKയുടെ ഭാഗമായിട്ടാണ് ഞാൻ കൗൺസിലിംഗിന് പോയത്. അപ്പൊ അവർക്ക് സൈക്കോമെട്രി ടെസ്റ്റ് ചെയ്ത റിസൾട്ട് അവരുടെ കയ്യിലുണ്ടാവും. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, അവർ അഭിരുചി അറിയുന്ന ഒരു ടെസ്റ്റ് ആയിരുന്നു അത്. പലപ്പോഴും കുട്ടികൾക്ക് അറിയില്ല ഞാൻ എന്ത് ചെയ്യണം. എല്ലാവരും എനിക്കെല്ലാം എന്ത് എടുക്കണ്ടേന്ന് അറിയില്ല ടീച്ചറെ, എനിക്ക് കുറെ കോഴ്സ് വന്നിട്ടുണ്ട്, എനിക്കറിയില്ല എന്ന് പറയും. പക്ഷെ അവർ അഭിരുചി അറിയുന്ന ഒരു ടെസ്റ്റ് ആയിരുന്നു അത്. അപ്പൊ അതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായത്, വന്ന കുട്ടികളൊക്കെ ഒരുവിധം നന്നായി മാർക്ക് വാങ്ങുന്ന കുട്ടികളായിരുന്നു. കാരണം നല്ല മാർക്ക് കിട്ടാവുന്ന കുട്ടികളാണ് സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്കൊക്കെ വന്നത്, ഭൂരിഭാഗം കുട്ടികൾക്കും സയൻസ് ഗ്രൂപ്പ് അല്ല വന്നത്, അഭിരുചി ഹ്യൂമാനിറ്റീസും കോമേഴ്സ് ഒക്കെ വന്നേ. പക്ഷെ ഇവരൊക്കെ സയൻസ് ഗ്രൂപ്പ് എടുക്കും. പക്ഷെ എന്തുകൊണ്ട് എടുക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരന്റ്സിന്റെ ഒരു കമ്പൽഷനാണ്. അതെടുത്താലേ മുന്നോട്ട് ഏതിലേക്ക് തിരിയാൻ പറ്റുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ. കുട്ടികളുടെ ഇഷ്ടം നിങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ കുട്ടികളുടെ ഇഷ്ടത്തിന്, അതായത് ഒരു പഠനം എന്ന് പറയുന്നത് ഒരിക്കലും ഭാരപ്പെട്ട ഒന്നാക്കി മാറ്റരുത്. അവരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻജോയ് ചെയ്ത് പഠിക്കുന്ന ഒന്നാക്കി മാറ്റണം. അതിന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, അവർക്ക് അതിൽ സ്കില്ല് ഉണ്ടായിരിക്കണം, അവർക്ക് പാഷൻ ഉണ്ടായിരിക്കണം, അവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ കുട്ടികളെ ഒരു കോഴ്സിനെ കൊണ്ട് ചേർത്താനായിട്ട്. അപ്പോൾ പ്രിയ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കുട്ടികളോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് ആയിത്തീരുന്നത്, നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ ഇഷ്ടം എന്ന് ചോദിക്കുക. ഒരു സിവിൽ സർവീസ് ആയിരിക്കും കുട്ടികൾക്ക് ഇഷ്ടം. ആ കുട്ടി ഒരിക്കലും സയൻസ് ഗ്രൂപ്പ് എടുക്കണം ഒരു നിർബന്ധമില്ല. ഹ്യൂമാനിറ്റീസ് എടുത്താലും വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച് കുട്ടിക്ക് സിവിൽ സർവീസിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഒരിക്കലും മറ്റുള്ളവര്, പിന്നെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി പഠിച്ചു അതല്ലാതെ അവരെ കൂട്ടുകാരൻ പഠിച്ചു അതുകൊണ്ട് ആ കോഴ്സ് എടുത്തു എന്ന് ഒരിക്കലും പറയരുത്. എന്റെ കുട്ടിക്ക് നിങ്ങൾക്ക് എന്താണ് പഠിക്കുന്നത് അതനുസരിച്ച് കോഴ്സ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.